തിരൂർ നഗരസഭ കംഫർട്ട് സ്റ്റേഷൻ നടത്തിപ്പ് കുറഞ്ഞ നിരക്കിൽ നൽകിയതായി പരാതി. കരാർ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് തിരൂർ സ്വദേശി കത്ത് നൽകിയെങ്കിലും ഇഷ്ടക്കാർക്ക് നൽകാനാണ് കൗൺസിൽ തീരുമാനമെന്നാണ് ആരോപണം. 1.5 ലക്ഷത്തോളം രൂപയുടെ വരുമാനം നഷ്ടപ്പെടുന്നതിനെതിരെ പ്രതിപക്ഷവും രംഗത്തെത്തിക്കഴിഞ്ഞു. തിരൂർ നഗരസഭ ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിലെ കംഫർട്ട് സ്റ്റേഷൻ നടത്തിപ്പ് കുറഞ്ഞ നിരക്കിൽ നൽകിയെന്നാണ് ആരോപണം. കഴിഞ്ഞ വർഷം നൽകിയതിനേക്കാൾ 1 ലക്ഷത്തോളം രൂപ കുറച്ചാണ് ഇത്തവണ നൽകിയിരിക്കുന്നത്. നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷയുടെ ബന്ധുവിനാണ് ഇത്തരത്തിൽ കരാർ നൽകിയതെന്നും ആരോപണം ഉയർന്നിരിക്കുകയാണ്. ലക്ഷങ്ങൾ ചിലവഴിച്ച് നവീകരണം നടത്തിയതാണ് കംഫർട്ട് സ്റ്റേഷൻ. വേഗത്തിൽ തുറന്നുകൊടുക്കാൻ നഗരസഭ തയ്യാറാകാത്തത് നിലവിലെ കരാർ കാലാവധി തീർന്നതിനാലാണ്. ലേല സമയത്ത് പണം കൂട്ടിവിളിക്കാൻ തയ്യാറായിട്ടും പെട്ടെന്ന് ലേലം ഉറപ്പിച്ചതായി പറഞ്ഞെന്ന് പരാതിക്കാരനായ കടവത്ത് അബൂബക്കർ ആരോപിക്കുന്നു. കംഫർട്ട് സ്റ്റേഷന്റെ ലേലത്തിൽ അപാധകൾ കണ്ടമാനം വന്നിരിക്കുന്നത് ഞാൻ വിളിക്കാൻ നിൽക്കുമ്പോൾ എന്നോട് 4:05 വരെ ഞാൻ വിളിച്ചിരുന്നു. അപ്പോൾ 4:10 വിളിച്ചിരിക്കുന്നു പറഞ്ഞ് സാർ എന്നെ വിളിക്കാനുണ്ടെന്ന് പറഞ്ഞപ്പോൾ അത് വിളിച്ചു പോയി അത് വിളിച്ച് കഴിഞ്ഞിരിക്കണമെന്ന് പറഞ്ഞ് അങ്ങനെ ഇതുണ്ട്. പിന്നെ ഞാൻ സാറോട് പറഞ്ഞ് അവിടെ അപേക്ഷ കൊടുത്തിന്ന് 5:50 വരെ ഞാൻ എടുക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞുകൊണ്ട് കൗൺസിലിൽ ഞാൻ കൊടുത്തിന്. അതും അംഗീകരിച്ചില്ല. 1 ലക്ഷത്തോളം രൂപയുടെ വരുമാനം നഷ്ടപ്പെടുന്നതിനെതിരെ പ്രതിപക്ഷവും രംഗത്തെത്തി കഴിഞ്ഞു. നഗരസഭാ സ്ഥാപനങ്ങളുടെ നടത്തിപ്പിലൂടെ പണം കൊള്ളയടിക്കാനാണ് ലീഗ് ഭരണ നേതൃത്വം ശ്രമിക്കുന്നതെന്ന് പ്രതിപക്ഷ കക്ഷി നേതാവ് അഡ്വക്കേറ്റ് AS ഗിരീഷ് പറഞ്ഞു. ബസ് സ്റ്റാൻഡ് കംഫർട്ട് സ്റ്റേഷൻ ലേലം വിളിക്കുന്ന സമയത്ത് ഉയർന്ന സംഖ്യയ്ക്ക് ലേലം വിളിക്കാൻ പലരും ഉണ്ടായിരുന്നു. പക്ഷേ വളരെ സ്വകാര്യമായി 1 തരം 2 തരം 3 തരം എന്ന് പറഞ്ഞ് ഉറപ്പിച്ച് ലേല നടപടികളുടെ ഭാഗമായി ലേലം കൊണ്ട ആളുടെ പേര് പരസ്യമായി പ്രസിദ്ധപ്പെടുത്താതെ പെട്ടെന്ന് വെച്ച് കാര്യങ്ങൾ അവസാനിപ്പിച്ച് ധൃതിയിൽ ഒരാൾക്ക് ലേലം ഉറപ്പിച്ചു. അതിനുശേഷം ലേലത്തിൽ പങ്കെടുത്ത ചിലർ നഗരസഭാ സെക്രട്ടറിക്ക് പരാതി കൊടുത്തു. 4,10,000 രൂപയ്ക്കാണ് മുസ്ലിം ലീഗ് നേതാവിൻ്റെ മകന് ഈ ലേലം ഉറപ്പിച്ചിട്ടുള്ളത്. എന്നാൽ 5,50,000 രൂപയ്ക്ക് ലേലമെടുക്കാൻ ഞാൻ ഒരുക്കമാണ് എന്ന് പറഞ്ഞ് ഒരാളിപ്പോൾ നഗരസഭാ സെക്രട്ടറിക്ക് രേഖാമൂലം എഴുതിയിരിക്കുകയാണ്. സംഭവത്തിൽ ശക്തമായ സമരപരിപാടികൾക്ക് രൂപം നൽകാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. മലബാർ ടൈംസ്, തിരൂർ.